എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ഈ വീഡിയോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ നീല കുറ്റി വെച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു മെത്തേഡ് ഇപ്പൊ കേരളത്തിൽ 10-30 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു 10-15 വർഷമായിട്ട് കൂടുതലായി കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക വീടുകളും സ്ഥാപനങ്ങളൊക്കെ വെള്ളം ശുദ്ധീകരിക്കാതെ ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ വെള്ളത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഇപ്പൊ പല മെത്തേഡുകളും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് സിലിണ്ടർ ഉപയോഗിച്ച് മൊത്തം വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളൊരു പ്രവണത. അപ്പോൾ നീലക്കുറ്റികൾ, നിങ്ങൾ പല വീടുകളിലും നീലക്കുറ്റികൾ കണ്ടു കാണും. വീടുകളിൽ മാത്രമല്ല സ്ഥാപനങ്ങളിലും കണ്ടു കാണും. ആ നീലക്കുറ്റി ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളം കുടിക്കാൻ കഴിയുമെന്ന് ഒരു വിഭാഗം ആൾക്കാരും കുടിക്കാൻ കഴിയില്ലെന്ന് വേറൊരു വിഭാഗം ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും ചർച്ച. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഞാൻ കാണാനിടയായി. സിലിണ്ടറിൽ കൂടെ വരുന്ന വെള്ളം ശുദ്ധീകരിച്ചതിന് ശേഷം കുടിക്കാൻ കഴിയുമെന്നാണ് ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത്. അത് കുടിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ഈ ഫിൽട്ടർ നടത്തുന്ന ഒരു വിഭാഗം എല്ലാ സ്ഥാപനങ്ങൾക്കും അറിയാൻ കഴിയും. അപ്പോൾ സിലിണ്ടർ വെച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളം ഒരിക്കലും കുടിക്കാൻ കഴിയില്ല. ഒരിക്കലും എന്നല്ല, അത് കുടിക്കാൻ കഴിയില്ല. കാരണം ആ സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിച്ച വെള്ളത്തിലെ എല്ലാ പ്രോബ്ലങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. ശുദ്ധീകരിച്ചതിന് ശേഷം അത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ടിൽ കൂടുതലും പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാവാം. അതുകൊണ്ടാണ് അത് കുടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. മറിച്ച് നമുക്ക് കുടിക്കാനായിട്ട് RO/UV ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് നമ്മൾ കിച്ചണിൽ അല്ലെങ്കിൽ കുടിക്കാൻ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രോബ്ലം പരിഹരിക്കാൻ കഴിയും. മറിച്ച് ഈ സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിക്കുന്ന വെള്ളത്തിൽ അയൺ കണ്ടന്റ്, കട്ടിപ്പ്, ഓര് അല്ലെങ്കിൽ മണം, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ കുടിവെള്ളമാണെന്ന് പറഞ്ഞ് ചില സ്ഥാപനങ്ങൾ, കുറച്ച് സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളെയും ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല, ചില സ്ഥാപനങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണെന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സിലിണ്ടറിൽ കൂടെ വരുന്ന വെള്ളം ശുദ്ധീകരിച്ച് നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒത്തിരി പ്രോബ്ലങ്ങൾ പിന്നെയും കാണാൻ കഴിയും. മറിച്ച് RO/UV ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിൽ നമ്മൾ ആ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 98% പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നത് കൊണ്ട് ആ വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ 80% വെള്ളം ശരീരത്തിലുള്ളത് കൊണ്ട് നമുക്ക് നല്ല വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഒരുവിധമുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടും. അതുകൊണ്ട് നല്ല വെള്ളം ശരീരത്തിൽ എത്തണം എന്നുണ്ടെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് അനുസരിച്ച് വേണം നമുക്ക് വെള്ളം കുടിക്കാൻ. അതുകൊണ്ട് സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിക്കുന്ന വെള്ളം ഒരിക്കലും നല്ല വെള്ളമാണെന്ന് പറഞ്ഞ് ആരും കൊടുക്കരുത്. ആ വെള്ളം നല്ല വെള്ളമാണെന്നുള്ളത് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കുക. മറിച്ച് RO/UV ഉൾപ്പെടുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ വീട്ടിലുള്ളത് എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ വെള്ളം കുടിക്കാം. ഇനി ആ വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ തന്നെ നല്ല വെള്ളമായിട്ട് നമുക്ക് കുടിക്കാം എന്ന് ലാബിലുള്ളവർ തന്നെ നമ്മളോട് പറയും, ഇത് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുടിവെള്ളത്തിന് RO യൂണിറ്റും മൊത്തം വെള്ളം, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മൊത്തം വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് സിലിണ്ടറും ഉപയോഗിക്കണം. സിലിണ്ടറിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ അയൺ കണ്ടന്റ് ഒഴിവാക്കാം, മണം ഒഴിവാക്കാം, കട്ടിപ്പുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒഴിവാക്കാം, പുള്ളിക്കുത്തുകൾ വരുന്നത് ഒഴിവാക്കാം, ക്ലോസറ്റിനുള്ളിൽ കളർ കയറുന്നത്, അതേമാതിരി വാഷ് ബേസിനിൽ കളർ കയറുന്നത്, ഇങ്ങനെ ചെറിയ പ്രോബ്ലങ്ങൾക്ക് നമുക്ക് സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മൊത്തം വെള്ളത്തിൽ ഈ വക അഴുക്കുകൾ അല്ലെങ്കിൽ ഈ വക പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ ഈ സിലിണ്ടറിനെ കൊണ്ട് കഴിയും. കുടിവെള്ളം ആക്കാനുള്ള കഴിവ് ഈ സിലിണ്ടറിന്റെ ഉള്ളിലിടുന്ന സാധനങ്ങൾക്കോ കഴിയുന്നില്ലെന്നുള്ളതാണ് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും സിലിണ്ടർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് വരുന്ന സ്ഥാപനങ്ങളെ നിങ്ങൾ സമീപിക്കരുത്. അഥവാ സമീപിച്ച് നമ്മൾ സിലിണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിലിണ്ടറിൽ കൂടെ ശുദ്ധീകരിച്ചതിന് ശേഷമുള്ള വെള്ളം കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കുടിക്കാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.